അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഉടലെടുത്ത കൊച്ചു കൊച്ചു സംഘങ്ങളാണ് വലിയ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കാരണമായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെയുള്ള ഒരു കൊച്ചു സംഘമായിരുന്നു ഈ കൊടുങ്ങല്ലൂരിൽ രൂപപ്പെട്ട അഴീക്കോട് എന്ന് പറയുന്ന ഈ അടുത്തുള്ള പ്രദേശത്ത് രൂപപ്പെട്ട നിഷ്പക്ഷ സംഘം എന്ന് പറയുന്നത്. എന്താണ് നവോത്ഥാനം എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഈ ഒരു സംഘത്തിലൂടെ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ ഈ നവോത്ഥാനത്തിന്റെ വിത്ത് പാകുന്നത് നമുക്കറിയാവുന്ന സീതി സാഹിബിന്റെ ഉപ്പയായ സീതി മുഹമ്മദ് ഹാജിയാണ്. ഇദ്ദേഹമാകട്ടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സമകാലികനായി, അഥവാ രണ്ടാളും ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്കിവിടെ കാണാം, വക്കം മൗലവി ജനിക്കുന്നത് 1873, അതുപോലെ തന്നെ സീതി മുഹമ്മദ് ഹാജി ജനിക്കുന്നത് 1874 ആണ് എന്നുള്ളത്. വക്കം മൗലവി ആകട്ടെ 60 വയസ്സ് വരെ ജീവിക്കുകയും സീതി മുഹമ്മദ് ഹാജി അദ്ദേഹം 55 വയസ്സ് വരെ ജീവിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ചെറിയ ലേഖനം പോലും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് വായിക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ബാക്കിയാണ്. ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. 1906 വക്കം മൗലവി പുറത്തിറക്കിയിരുന്ന മുസ്ലിം മാസിക, ഈ മുസ്ലിം മാസികയിലൂടെയുള്ള ഒരു സ്വാധീനമാണ് ഈ കൊടുങ്ങല്ലൂരിലുള്ള സീതി മുഹമ്മദ് ഹാജിയും വക്കം മൗലവിയും തമ്മിലുള്ള ഒരു കണക്ഷൻ, ഒരു ബന്ധത്തിന് കാരണമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വ്യക്തിബന്ധമാകട്ടെ ഈ നവോത്ഥാന ചിന്തകളെ, അല്ലെങ്കിൽ ഈ നവോത്ഥാനം ഈ കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിൽ അതിൻ്റെ വിത്തുപാകുവാൻ ഒരു വലിയ മുന്നേറ്റമായി രൂപപ്പെടുത്തുന്നതിൽ വലിയ അളവിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ 1900 തുടക്കത്തിൽ നമുക്കറിയാം, വടുതല എന്ന പ്രദേശത്ത് ജനിച്ച ഹമദാനി തങ്ങൾ വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഈ ഹമദാനി തങ്ങൾ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങുന്നത് സീതി മുഹമ്മദ് ഹാജിയുടെ, അഥവാ സീതി സാഹിബിന്റെ ഉപ്പയായ സീതി മുഹമ്മദ് ഹാജിയുടെ പ്രേരണ പ്രകാരമായിരുന്നു എന്നുള്ളത്. ഈ നിഷ്പക്ഷ സംഘത്തിന്റെ പിന്നിലെ ചാലക ശക്തി എന്ന് പറയുന്നത്, ഈ നിഷ്പക്ഷ സംഘം അത് ചലിപ്പിച്ചിരുന്നത് ഈ ഹമദാനി തങ്ങളായിരുന്നു എന്നുള്ളതും നമുക്ക് കാണാവുന്നതാണ്. പിന്നീട് അതിൻ്റെ, അഥവാ ഈ നിഷ്പക്ഷ സംഘത്തിന് മുന്നോട്ടുള്ള ഗമനം അത് ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നത് ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, സീതി സാഹിബും അതുപോലെ തന്നെ മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയും ഇതിൻ്റെ തുടർച്ച ജീവിത ലക്ഷ്യമായിക്കൊണ്ട് അവർ ഏറ്റെടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഒരു പ്രദേശത്ത് ചന്ദനക്കുടവും അതുപോലെ തന്നെ ഉറൂസും ഇങ്ങനെയുള്ള ഒരുപാട് പുത്തനാചാരങ്ങൾ നടമാടിയിരുന്ന ഈ ഒരു പ്രദേശത്ത് അവിടെ നവോത്ഥാനത്തിൻ്റെ വിത്ത് പാകുന്നതോടൊപ്പം, അഥവാ ആ ഒരു പ്രസ്ഥാനം അത് നിലച്ചു പോകുമെന്ന് കണ്ടപ്പോൾ, ഇങ്ങനെ ഒരു കൊച്ചു സംഘം അത് തുടങ്ങി അത് പ്രവർത്തനരഹിതമാകുമെന്ന് കണ്ടപ്പോൾ, അതിൻ്റെ തുടർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് എന്തെല്ലാം എതിർപ്പുകൾ അവർ സഹിച്ചിട്ടുണ്ടോ അതിനെയെല്ലാം തള്ളിമാറ്റിക്കൊണ്ട് സീതി സാഹിബും അതുപോലെ തന്നെ മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയും ഇതിൻ്റെ ആ ഒരു കൊച്ചു സംഘത്തിൻ്റെ തുടർച്ച അവരുടെ ജീവിത ലക്ഷ്യമായി ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം, സീതി സാഹിബ് അദ്ദേഹം ജനിക്കുന്നത് 1899, അതുപോലെ തന്നെ മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി ജനിക്കുന്നതും ഏകദേശം ജനനം അദ്ദേഹത്തിൻ്റെത് 1890 ആണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സംഘം ശക്തി പ്രാപിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, EK മൗലവി, ബഹുമാനപ്പെട്ട EK മൗലവിയും അതുപോലെ തന്നെ മർഹൂം KM മൗലവിയും തുടങ്ങിയ പണ്ഡിതന്മാരുടെ സഹകരണം കൂടിയായപ്പോൾ ഈ നിഷ്പക്ഷ സംഘം എന്ന പേര് മാറ്റി അത് കേരള മുസ്ലിം ഐക്യ സംഘം എന്നാക്കുകയും പ്രവർത്തനങ്ങൾ
അത് കേരളാടിസ്ഥാനത്തിൽ വിപുലീകരിക്കുകയും ചെയ്തു എന്നാണ്. ഈ ഒരു സംഘം അല്ലെങ്കിൽ ഈ ഒരു സംഘത്തിൻ്റെ സാന്നിധ്യം അത് ജനങ്ങൾക്കിടയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ അതിൻ്റെ വിപുലീകരണത്തിന് അവർ തയ്യാറാകുകയാണ് ചെയ്യുന്നത്. ഇനി കേരള മുസ്ലിം ഐക്യസംഘം, ഇൻഷാ അല്ലാഹ് കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ യഥാർത്ഥ പേര് മുസ്ലിം ഐക്യസംഘം എന്നാണ്. വക്കം മൗലവിയാണ് ഈ ഒരു പേര് ഇതിന് നിർദ്ദേശിക്കുന്നത്. എന്നാൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഐക്യസംഘം എന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. നമുക്കറിയാം, ഈ ഒറ്റയാൾ പോരാട്ടങ്ങളൊക്കെ മാറ്റിവെച്ച് അവരും ഒരു സംഘമായി ചേരാൻ തുടങ്ങുകയാണ്. 1922 കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ രൂപീകരണത്തോടെ ഈ ഒരു സംഘം ശക്തി പ്രാപിക്കുകയും അതുപോലെ തന്നെ അവരുടെ ലക്ഷ്യമെന്തായിരുന്നു? പണ്ഡിതരുടെ സേവനങ്ങൾ, യഥാർത്ഥ പണ്ഡിതരുടെ സേവനങ്ങൾ, തൗഹീദ് പ്രചരിപ്പിക്കുന്ന യഥാർത്ഥ പണ്ഡിതന്മാരായ ആളുകളുടെ സേവനങ്ങൾ സമുദായത്തിന് കൃത്യമായി ലഭിക്കുക എന്നത് ഈ ഐക്യസംഘത്തിൻ്റെ അജണ്ടകളിൽ ഒന്നായിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.